ആൻഡ് മിസ്സസ് ഷെഫ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വഴുതനങ്ങ മെഴുക്കുവരട്ടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ. 2 വഴുതനങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 10-15 കാന്താരി മുളക്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് 2-3 പച്ചമുളക് എടുത്താലും മതി, നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. അത് ഇതിൻ്റെ അവസാനം ഇതിൻ്റെ മുകളിൽ തൂവി കൊടുക്കാനാണ്. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രം മതി ഇന്നത്തെ വഴുതനങ്ങ മെഴുക്കുവരട്ടി തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നതെന്ന്. ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ കട്ടിംഗ് ആണ്. നമ്മൾ ആദ്യം ഈ വഴുതനങ്ങ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് വളരെ നേർത്ത കഷ്ണങ്ങളാക്കിയിട്ട് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഈ എല്ലാ വഴുതനങ്ങയും ഇതുപോലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കാന്താരി ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കൊരു ചീനിച്ചട്ടിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചതച്ച് വെച്ച കാന്താരി മുളകിടാം. അതുപോലെ ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം അടുപ്പിൽ വെച്ച് നമുക്ക് ഈ വെള്ളം വറ്റുന്നവരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചെറുതീയിൽ അടച്ചു വെച്ചാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വഴുതനങ്ങ വെള്ളമൊക്കെ പറ്റിയിട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഇതിന് മുകളിൽ തൂവി കൊടുക്കാം. സാധാരണ മെഴുക്കുവരട്ടിക്ക് നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ അവസാനമാണ് വെളിച്ചെണ്ണ ഇറക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള വഴുതനങ്ങ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.